സ്വാഗതം ടോപ് 10ലേക്ക്. നിയമസഭയിൽ ഇന്നുയർന്ന രണ്ട് പ്രധാന വാദപ്രതിവാദങ്ങൾ പോലീസ് മർദ്ദനവും ആരോഗ്യമേഖലയിലെ പ്രതിസന്ധിയുമായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെയും മുഖ്യമന്ത്രിയുടെയും കൊമ്പുകോർക്കലായിരുന്നു അടിയന്തര പ്രമേയ ചർച്ചയിൽ കണ്ടത്. സ്റ്റാലിന്റെ റഷ്യയും നെഹ്റുവിന്റെ ഇന്ത്യയും ഒക്കെ ഉദ്ധരിച്ചുള്ള ഏറ്റുമുട്ടൽ. ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയിൽ ആരോഗ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേരെത്തി. ഉപകരണക്ഷാമം ഇപ്പോൾ ഇല്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രധാന വാദം. പിന്നാലെ എത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള പരാതി. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ. പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ലെന്നും വി ഡി സതീശൻ. തനിക്ക് മർദ്ദനമേറ്റത് നെഹ്റുവിന്റെ ഇന്ത്യയിലെന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ 9 വർഷത്തിനിടെ 144 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നും മറുപടി. സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹം. PT കസ്റ്റഡി മർദ്ദനത്തിൽ SHOയ്ക്ക് സസ്പെൻഷൻ. സർക്കാർ ആശുപത്രികളിൽ രോഗികൾ സ്വന്തം ചെലവിൽ ഉപകരണം വാങ്ങേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യമേഖലയ്ക്ക് കപ്പിത്താനില്ല എന്ന് പ്രതിപക്ഷം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയാ ഉപകരണക്ഷാമം. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് കാട്ടി വകുപ്പ് മേധാവി സൂപ്രണ്ടിന് കത്ത് നൽകി. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. ഗാസ പിടിക്കാൻ ഇസ്രായേൽ. കരയുദ്ധം തുടങ്ങി. ശക്തമായ വ്യോമാക്രമണം. ഇന്നു മാത്രം കൊല്ലപ്പെട്ടത് 60-ലേറെ പേർ. ജനങ്ങൾ പലായനം ചെയ്യുന്നു. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിക്കേണ്ട എന്ന് ഹൈക്കോടതി. ഗതാഗത സമിതി നൽകിയ റിപ്പോർട്ട് അപൂർണമെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും കോടതി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ റോഡിന്റെ വശങ്ങൾ അടച്ചുകെട്ടുന്നതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ യാത്രക്കാർ കിലോമീറ്ററുകൾ ചുറ്റേണ്ടി വരും. നിർമ്മാണം അശാസ്ത്രീയമെന്നും ആരോപണം. ടോപ് 10 സ്പെഷ്യൽ. സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി. പൊതുഭരണ വകുപ്പിലേക്കുള്ള B. അശോക് IAS-ന്റെ സ്ഥലം മാറ്റം റദ്ദാക്കി. നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേത്. KT ജലീലിനെതിരെ നിർണായക രേഖകൾ പുറത്തുവിട്ട് PK ഫിറോസ്. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിന് 2016 പ്രപ്പോസൽ നൽകിയത് LDF ഭരണകാലത്തെന്ന് ഫിറോസ്. കോടതി ഉത്തരവ് മറികടന്ന് ജലീൽ 17,65,00,000 രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ നീക്കം നടത്തിയെന്നും ആരോപണം. ഇന്ത്യ പാക് ഹസ്തദാന വിവാദത്തിൽ മാച്ച് റഫറിയെ മാറ്റണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം തള്ളി ICC. മത്സരം ബഹിഷ്കരിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ. ഫൈനൽ വിജയിച്ചാൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനുമായ മൊഹസിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ല എന്ന് ഇന്ത്യ. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹത്തിനായി പണപ്പിരിവ് നടത്തിയ കേസിൽ അന്വേഷണം 4 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ദേവസ്വം ബെഞ്ച്. പോലീസ് അതിക്രമത്തിൽ നിയമസഭയിൽ 2.5 മണിക്കൂർ ചൂടേറിയ ചർച്ച. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ഇത് സ്റ്റാലിന്റെ റഷ്യ അല്ല എന്നും പ്രതിപക്ഷം. UDF കാലത്തെ പോലീസ് മർദ്ദനങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പ്രതിരോധം. 2016 മുതൽ 9 വർഷത്തിനിടെ 144 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നും മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി വാദിച്ചു. കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാർ സത്യഗ്രഹം നടത്തും. ആഭ്യന്തര വകുപ്പിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയ പോലീസ് അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയപ്പോൾ അത് ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് കണ്ടത് 2.5 മണിക്കൂർ ചൂടേറിയ വാദപ്രതിവാദം. കുന്നമംഗലം ലോക്കപ്പ് മർദ്ദനം, പീച്ചി കുണ്ടറ പോലീസ് സ്റ്റേഷൻ മർദ്ദനം, പേരൂർക്കടയിലെ വ്യാജ മാലമോഷണം ഉൾപ്പെടെ അതിക്രമങ്ങൾ നിരത്തി പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന പോലീസുകാരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നും ജനമൈത്രി പോലീസല്ല ഗുണ്ടാ പോലീസാണ് കേരളത്തിലുള്ളതെന്നും പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിച്ചവർ വിമർശിച്ചു. എന്നാൽ ഓരോ UDF ഭരണകാലത്തെയും പോലീസ്
അതിക്രമങ്ങൾ നിരത്തിയാണ് ഭരണപക്ഷം ചർച്ചയെ നേരിട്ടത്. കക്കയം പോലീസ് ക്യാമ്പിലെ ക്രൂരകൃത്യങ്ങൾ വരെ നിരത്തി. ഡിവൈഎഫ്ഐ നേതാവിന് പോലും സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് നീതിയാണ് കിട്ടുകയെന്ന് പ്രതിപക്ഷം ചോദിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്ക് കുടപിടിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി പദം ഒഴിയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ലെന്നും ഓർമ്മിപ്പിച്ചു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് തനിക്ക് പോലീസ് മർദ്ദനമേറ്റത് സ്റ്റാലിന്റെ റഷ്യയിലല്ലെന്നും UDF ഭരണകാലത്താണെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രതിരോധം തീർത്തത്. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ് ഉൾപ്പെടെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. 2016 മുതൽ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 144 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയ സർക്കാരാണെന്നും മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി വാദിച്ചു. പാർക്കിലിരിക്കുന്ന ഉദയകുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ ഉദയകുമാറാണ് പോലീസ് കസ്റ്റഡിയില് മരിക്കുന്നത്. ഒരു വ്യാജ FIR തയ്യാറാക്കി മോഷണക്കുറ്റം ഇയാളിൽ ചുമത്താൻ ശ്രമിച്ചു. യഥാർത്ഥത്തില് ഉദയകുമാറിന്റെ തുടകളില് ഉള്ളംകാലില് അടിയേറ്റ പാടുകളുണ്ടായിരുന്നു. എന്നാൽ കുന്നമംഗലം മർദ്ദനക്കേസിലെ കുറ്റക്കാരായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പോലീസുകാരെ പിരിച്ചുവിടും വരെ സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹവും പ്രതിപക്ഷം ആരംഭിച്ചു. AK അഷ്റഫ്, സനീഷ് കുമാർ ജോസഫ് എന്നീ MLA-മാരാണ് സത്യാഗ്രഹമിരിക്കുന്നത്. പിണറായിയുടെ സെൽ ഭരണമെന്നെഴുതിയ ബാനറുമായാണ് പ്രതിപക്ഷം സഭാ കവാടത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭയിലെ MLA-മാരുടെ സമരം UDF തീരുമാനപ്രകാരമെന്ന് കൺവീനർ അടൂർ പ്രകാശ്. പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് ഭാവിയിലും അപകടമുണ്ടാക്കും. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പുനർവിചിന്തനം നടത്തണം. സഭയിൽ നിരാഹാര സമരമിരിക്കുന്ന MLA-മാരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നിയമസഭാ കവാടത്തിന് മുമ്പിൽ സമരം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇത് വ്യാപകമായി ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. കേരളത്തിലെ പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അതിനെ പർവ്വതീകരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റിയിൽ വിഷയം ചർച്ചയായില്ല എന്നും ഉചിതമായ നടപടി LDF സർക്കാർ കൈക്കൊള്ളുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിൽ CPM-ന്റെയും LDF-ന്റെയും കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട ചില വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാം. അതിനെ പർവ്വതീകരിക്കുകയും ഊതികുറിപ്പിക്കുകയും ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. അവിടെല്ലാം കൈക്കൊള്ളേണ്ട സൂക്ഷ്മമായ നടപടികൾ കൈക്കൊള്ളും LDF ഗവൺമെന്റ്. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കടവന്ത്ര SHO PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണമേഖല IG-യുടേതാണ് നടപടി. പീച്ചി SI ആയിരിക്കുമ്പോഴാണ് രതീഷ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു. പീച്ചി പോലീസ് സ്റ്റേഷനിൽ ഹോട്ടലുടമ ഔസേപ്പിനെയും മകനെയും മർദ്ദിച്ച സംഭവത്തിലാണ് നടപടി. വകുപ്പുതല അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതോടെയാണ് ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ PM രതീഷിനെ സസ്പെൻഡ് ചെയ്തത്. രതീഷിനെതിരെ 1 വർഷം മുൻപ് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും നടപടി എടുത്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതും ഇവർക്കെതിരെ നടപടി ആവശ്യം ശക്തമായതും. ഇതോടെയാണ് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കുന്നത്. പോലീസ് മർദ്ദനത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. 2023 മെയ്യിലാണ് ഹോട്ടൽ ഉടമയായ KP ഔസേപ്പിനും മകനും ജീവനക്കാർക്കും പീച്ചി സ്റ്റേഷനിൽ മർദ്ദനമേറ്റത്. ഹോട്ടലിലുണ്ടായ തർക്കത്തെ തുടർന്ന് പീച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയ ഹോട്ടൽ മാനേജർ റോണി ജോണിയും ഡ്രൈവർ ലിതിൻ ഫിലിപ്പും PM രതീഷിന്റെ നേതൃത്വത്തിൽ മർദ്ദിക്കപ്പെട്ടുവെന്ന് ലാലീസ് ഗ്രൂപ്പ് ഉടമ KP ഔസേപ്പ് ആരോപിച്ചിരുന്നു. പിന്നാലെ വിവരമറിഞ്ഞെത്തിയ ഔസേപ്പിനെയും മകനെയും രതീഷ് ഭീഷണിപ്പെടുത്തി. പരാതി ഒത്തുതീർപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായും ഇതിനായി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും ഔസേപ്പ് വ്യക്തമാക്കിയിരുന്നു. അതിൽ 3 ലക്ഷം പോലീസിനാണെന്ന് വ്യക്തമാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. പിന്നീട് 5 ലക്ഷം രൂപ CCTV ക്യാമറയുടെ മുന്നിൽ ഔസേപ്പ് കൈമാറിയ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രശംസാപത്രം. കുറുവ സംഘത്തെ പിടികൂടി കേരളത്തിലെത്തിക്കാൻ പ്രവർത്തിച്ചതിനാണ് പ്രശംസ. സംഘത്തിലെ 18 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അംഗീകാരം ലഭിച്ചത്. മണഞ്ചേരി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചു. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. മദ്യപ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണ് സുജിത്ത് എന്നും പോലീസുകാർ ബിരിയാണി വാങ്ങി കൊടുക്കുമോ എന്നും KV അബ്ദുൽ ഖാദർ. ജില്ലാ സെക്രട്ടറിയുടെ വാദങ്ങളെ തള്ളി സുജിത് VS രംഗത്തെത്തി. ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സർക്കാരിന് മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ വഴിവിട്ട ന്യായീകരണമെന്നും തനിക്കെതിരായ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമെന്നും താൻ മദ്യപിക്കുന്ന ആളല്ലെന്നും സുജിത് VS പ്രതികരിച്ചു. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഉണ്ട്. ഇപ്പോൾ ജാമ്യം എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. ക്ഷേത്രത്തിൽ പൂജാരിയാണ്. നമ്മൾ മദ്യപിക്കാറില്ല. കുട്ടികളെ സംബന്ധിച്ചിട്ട് മറ്റേ വാക്ക് തർക്കമുണ്ടായതിനുള്ള കാരണമാണ് ഞാൻ ഇടപെട്ട് സംസാരിക്കേണ്ടതായിട്ടുള്ളത്. KV അബ്ദുൽ ഖാദറിനെ പരിഹസിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും രംഗത്തെത്തി. താരതമ്യേന മാർക്സിസ്റ്റ് പാർട്ടിയിലെ സൗമ്യനായ നേതാവ് എന്നറിയപ്പെടുന്ന ശ്രീ KV അബ്ദുൽ ഖാദർ, അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മർദ്ദന സമയത്ത് ജീപ്പ് ഓടിച്ചിരുന്ന CP ഷുഹൈർ അബ്ദുൾ റഹ്മാനെ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് പഴയന്നൂർ പഞ്ചായത്തും പ്രമേയം പാസാക്കി. അമൃത ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം ജില്ലാ ജയിലിനുള്ളിൽ റിമാൻഡ് തടവുകാരനെ ജയിൽ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മുൻ ജീവനക്കാരനായ തടവുകാരൻ ബിജു അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലാണ്. സഹപ്രവർത്തകയെ ഉപദ്രവിച്ചു എന്ന കേസിലാണ് പത്തനംതിട്ട സ്വദേശി ബിജു അറസ്റ്റിലായത്. കഴിഞ്ഞ 12-ാം തീയതിയാണ് സഹപ്രവർത്തകയെ ആക്രമിച്ചെന്ന കേസിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ബിജുവിനെ പേരൂർക്കട പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടത്. റിമാൻഡ് ചെയ്യുമ്പോൾ ബിജു ചില മാനസിക പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചിരുന്നതിനാൽ ഇയാൾക്ക് ചികിത്സ നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു. 13-ാം തീയതി വൈകിട്ടാണ് ബിജുവിനെ ജയിൽ ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ജില്ലാ ജയിലിലെ ഓടയിൽ ഇയാളെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആശുപത്രിയിലെ സ്കാനിങ്ങിൽ ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി കണ്ടെത്തി. ഉടൻ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. എന്നാൽ 12-ാം തീയതി തന്നെ കോടതി നിർദ്ദേശപ്രകാരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെന്നും പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിലെത്തിച്ച് സ്കാൻ ചെയ്തപ്പോഴാണ് ആന്തരികാവയവങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയതെന്നുമാണ് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരാരും മർദ്ദിച്ചിട്ടില്ലെന്നും ബിജു ജയിലിലുണ്ടായിരുന്നപ്പോഴുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും ഉണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മാനസിക പ്രശ്നമുള്ള പ്രതി ഡോക്ടർമാരോട് എന്താണ് പറഞ്ഞതെന്ന് അറിയില്ലെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ബിജുവിന്റെ ജീവൻ നിലനിർത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യവകുപ്പിന്റെ വീഴ്ച നിയമസഭയിൽ. ആരോഗ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. ഉപകരണം വാങ്ങി നൽകേണ്ട സാഹചര്യം നിലവിലില്ല എന്ന് വ്യക്തമാക്കിയ ആരോഗ്യമന്ത്രി പക്ഷേ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ ശരിവെച്ചു. ആരോഗ്യവകുപ്പിന് കപ്പിത്താനില്ല എന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. ആരോഗ്യമന്ത്രി ആനമണ്ടത്തരം പറയുന്നുവെന്നും ശസ്ത്രക്രിയയ്ക്കെത്തുന്ന രോഗിക്ക് പഞ്ഞി പോലും വാങ്ങി നൽകേണ്ട ഗതികേടെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സർക്കാരിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ വിഷയങ്ങളിലൊന്നായിരുന്നു ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തിലെ തകരാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിൽ ആരോഗ്യവകുപ്പ് കടുത്ത പ്രതിരോധത്തിലാവുകയായിരുന്നു. ആരോഗ്യവകുപ്പിൽ കപ്പിത്താൻ ഇല്ല എന്ന പരിഹാസമുയർത്തിയാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ വിഷയമുന്നയിച്ചത്. അത് UDF കാലത്തായിരിക്കുമെന്ന് തിരിച്ചടിച്ച ആരോഗ്യമന്ത്രി വകുപ്പിലെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു. പണം വാങ്ങി ചികിത്സ നൽകുന്നു എന്ന വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ സർക്കാർ ഗൗരവത്തോടെ കാണുന്നുവെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജിന് ഉപകരണങ്ങൾ വാങ്ങി നൽകിയതിൽ UDF LDF സർക്കാരുകളുടെ കാലത്തെ കണക്കുകൾ നിരത്തിയാണ് ആരോഗ്യമന്ത്രി വാദിച്ചത്. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ
ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൌരവമായി കാണുന്നതാണ്. ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്കോ മുഖാന്തരം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ആനമണ്ടത്തരം പറയുന്നുവെന്നും ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന രോഗികൾ പഞ്ഞി പോലും വാങ്ങി നൽകേണ്ട ഗതികേടിലാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സർ, ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ്. ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ, അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത്? 10 കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം? സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. വാക്പോരിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയും ഒളിയമ്പുണ്ടായി. ഗർഭസ്ഥ ശിശുക്കളെ കൊല്ലാനല്ല ചേർത്ത് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആരോഗ്യമന്ത്രിയുടെ പരാമർശം കൈയടിച്ചാണ് ഭരണപക്ഷം പ്രോത്സാഹിപ്പിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ ഉപകരണ ക്ഷാമം. ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് കാട്ടി വകുപ്പ് മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്ത് നൽകി. ഉപകരണങ്ങളുടെ ക്ഷാമം ശസ്ത്രക്രിയ മുടങ്ങാൻ കാരണമായിരിക്കുമെന്നും കത്തിൽ പറയുന്നു. ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ കുടിശ്ശിക കമ്പനികൾക്ക് നൽകാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമം ചൂണ്ടിക്കാട്ടി വകുപ്പ് മേധാവി ഹാരിസ് ചിറക്കൽ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഹൃദയ ശസ്ത്രക്രിയയെയും ഉപകരണക്ഷാമം ബാധിക്കുമെന്ന് വ്യക്തമാക്കി കാർഡിയോളജി വിഭാഗം മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്തു നൽകിയിരിക്കുന്നത്. ഉപകരണങ്ങൾ ലഭിക്കാത്തത് കാർഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതിന് കാരണമാകുമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 21 സർക്കാർ ആശുപത്രികളിൽ നിന്നായി 158 കോടി രൂപയുടെ കുടിശ്ശികയെ തുടർന്ന് 1-ാം തീയതി മുതൽ വിതരണം കമ്പനികൾ നിർത്തിവെച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. 29,56 ലക്ഷം രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം നൽകാനുള്ളത്. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ ക്ഷാമം വകുപ്പ് മേധാവി ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയതിൽ ആരോഗ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞതിന് പിന്നാലെയാണ് കാർഡിയോളജി വിഭാഗം മേധാവി കൂടി കത്ത് നൽകിയിരിക്കുന്നത്. HLL നിന്നും ഉപകരണങ്ങൾ എത്തിക്കാൻ ശ്രമം നടത്തുന്നതായാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പാലക്കാട് സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്തെ കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് ഇയാൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളിൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജാഗ്രത വേണമെന്നും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കൂടുതൽ കേസുകൾ തിരിച്ചറിയപ്പെടുന്നതിലൂടെ കൃത്യമായി ചികിത്സ നൽകി രോഗം മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പക്ഷേ നമ്മൾ പ്രതിരോധം എടുക്കണം. ആ പ്രതിരോധം എന്ന് പറയുന്നത് മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ, അതോടൊപ്പം തന്നെ പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, ഇവിടങ്ങളിൽ നമ്മൾ നീന്തുകയോ അവിടെ ഈ മുഖം കഴുകുകയോ കുളിക്കുകയോ ചെയ്യാൻ പാടില്ല. കിണറുകൾ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യണം. സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ വാട്ടർ തീം പാർക്കുകളിലെ പൂളുകളും കൃത്യമായി തന്നെ ക്ലോറിനേറ്റ് ചെയ്യുകയും അതും ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ റെക്കോർഡ് കീപ്പ് ചെയ്യുകയും ചെയ്യണം. കൃത്യമായി രജിസ്റ്ററിൽ ഉണ്ടാകണം എന്ന് ക്ലോറിനേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് ഈ അമീബ എത്തുന്നത്. അതുകൊണ്ട് മൂക്കിലേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കുകയും വെള്ളം ഒഴിക്കാതിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് എല്ലാവരും അതിൽ പ്രത്യേക ജാഗ്രത എടുത്താൽ മതിയാകും. അത് ആശങ്കപ്പെടേണ്ടതില്ല. മലപ്പുറത്ത് വൻ ആയുധവേട്ട. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വൻ ആയുധശേഖരം പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, വലിയ ആയുധശേഖരമാണ് പിടിച്ചെടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് 20 എയർ ഗണ്ണുകളും 3 റൈഫിളുകളും ഒക്കെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എടവണ്ണയിലെ വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആയുധശേഖരം പിടികൂടിയത്. 20 എയർ ഗണ്ണുകളും 3 റൈഫിളുകളും ഈ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാൾ അനധികൃതമായി തോക്കുകൾ വിൽപ്പന നടത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഇപ്പോൾ
മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് 2 റൈഫിളുകൾ കൈവശം വെക്കാനുള്ള ലൈസൻസ് ഉണ്ട്. എന്നാൽ ഇതിന്റെ മറവിൽ വലിയ തോതിൽ തോക്കുകൾ ശേഖരിക്കുകയും വിതരണം നടത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്ന് ഒരു അനധികൃതമായ ഒരാളിൽ നിന്ന് തോക്ക് പോലീസ് പിടികൂടിയിരുന്നു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ എടവണ്ണയിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത്. വീട്ടുടമസ്ഥൻ ഉണ്ണിക്കമ്മത് എന്ന 65-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അറിയുന്നത്. ഇതിൽ ഡിഫൻസിൽ നിന്നുള്ള ഒരു തോക്കുമുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. 200-ലധികം വെടിയുണ്ടകളും 40 പെല്ലറ്റ് ബോക്സും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. എടവണ്ണ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ശ്രീജ. ശരി അരവിന്ദൻ. മലപ്പുറത്ത് വൻ ആയുധവേട്ട. എടവണ്ണയിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വൻ ആയുധശേഖരം പിടിച്ചെടുത്തത്. ഗാസയിൽ രൂക്ഷമായ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. ശക്തമായ കരയാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. നഗരം പിടിച്ചെടുക്കാനാണ് സേനയുടെ നീക്കം. ആക്രമണത്തിൽ 60-ലേറെ പേരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. പ്രാണരക്ഷാർത്ഥം ജനങ്ങൾ പലായനം ചെയ്യുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആളുകൾക്ക് ഒഴിയാനുള്ള സമയം പോലും കൊടുക്കാതെയാണ് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചത്. പകൽ നടന്ന ആക്രമണത്തിലും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവൻ രക്ഷിക്കാൻ ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. കഴിഞ്ഞ രാത്രി നഗരം വിട്ടുപോയത് 20,000 പേരാണ്. ഗാസ മുനമ്പിനെ പല ഭാഗങ്ങളാക്കി തിരിച്ച് സമ്പൂർണ്ണ സൈനിക നടപടിയെന്ന് വ്യക്തമാക്കും വിധത്തിലുള്ള ഒരു മാപ്പ് ഇസ്രായേൽ സേന എക്സിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു. 2023 ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവചിക്കപ്പെട്ട 5 വംശഹത്യകളിൽ 4 ഇസ്രായേൽ നടത്തിയതെന്ന് പറയാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക, ശാരീരികവും മാനസികവുമായ ഗുരുതരമായ ഉപദ്രവം വരുത്തുക, ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥകൾ മനഃപൂർവ്വം സൃഷ്ടിക്കുക, ജനനം തടയുക തുടങ്ങിയ നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നും UN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വംശഹത്യ നടത്താനുള്ള ഉദ്ദേശത്തിന്റെ തെളിവായി ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകളെയും ഇസ്രായേൽ സേനയുടെ പെരുമാറ്റ രീതികളെയും റിപ്പോർട്ടിൽ ഉദ്ധരിച്ചു. അതേസമയം UN റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമാണെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഗാസയിലെ ജനതയ്ക്ക് നേരെയല്ല, ഹമാസിന് നേരെയാണ് തങ്ങളുടെ പോരാട്ടമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. തങ്ങളുടെ സൈന്യം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ മനുഷ്യാവകാശ കൗൺസിലിൽ സംസാരിക്കവെയാണ് ഇന്ത്യയുടെ പ്രതിനിധി അരിന്ദം ബാഗ്ചി ഇസ്രായേൽ നടപടി അപലപിച്ച് സംസാരിച്ചത്. ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള ലംഘനത്തെ അപലപിക്കുന്നതായും ഇന്ത്യ വ്യക്തമാക്കി. ഇസ്രായേലിന്റെ നടപടി മേഖലയിലെ സുരക്ഷാ സാഹചര്യത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും അരിന്ദം ബാഗ്ചി പറഞ്ഞു. സ്ഥിതിഗതികൾ വഷളാക്കരുതെന്നും സമാധാനം ഉറപ്പാക്കാൻ സംയമനം പാലിക്കണമെന്നും ഇന്ത്യ ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിൽക്കുമെന്ന ദോഹ ഉച്ചകോടി. ഇസ്രായേൽ ആക്രമണം ഐക്യത്തിനും സഹവർത്തിത്വത്തിനും ഭീഷണിയെന്ന വിലയിരുത്തൽ. ഇസ്രായേലിനെ താക്കീത് ചെയ്ത അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടിക്ക് സമാപനം. ഖത്തർ ദോഹയിൽ നടന്ന അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിയോടനുബന്ധിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാനുമായും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുമായും പ്രത്യേകം ചർച്ചകൾ നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഗാസയിലെ യുദ്ധം, ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ മേഖലയിലെയും ആഗോളതലത്തിലെയും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചും നേതാക്കൾ വിശകലനം ചെയ്തു. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച പുനരാരംഭിക്കാൻ സാധ്യത തെളിയുന്നു. അമേരിക്കയുടെ തെക്ക് മധ്യ ഏഷ്യൻ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് വാണിജ്യ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി നടത്തിയ കൂടിക്കാഴ്ച വിജയം. വ്യാപാര ചർച്ചകളുടെ മുന്നോട്ടു പോക്കിന് ഗുണകരമാകുന്നതായിരുന്നു കൂടിക്കാഴ്ച എന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന കരാറുകൾ ഉണ്ടാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കും. ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായിരുന്നു ചർച്ച എന്ന് ലിഞ്ചും പ്രതികരിച്ചു. താരിഫ് പ്രശ്നത്തെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള 6ാം വട്ട വ്യാപാര ചർച്ച റദ്ദാക്കിയിരുന്നു. അതേസമയം എത്ര സമ്മർദ്ദങ്ങളുണ്ടായാലും റഷ്യയുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന നിലപാട് ധനകാര്യ മന്ത്രാലയം ആവർത്തിക്കുന്നുണ്ട്. കാലിയക്കര ടോൾ പിരിവ് നിരോധനം തുടരും. 13 പോയിന്റുകളിലെ നിർമ്മാണം പൂർണ്ണ തൃപ്തികരമല്ല എന്ന് കണ്ടെത്തി. ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകണം. നടപടി പൊതു താൽപര്യം സംരക്ഷിക്കാനാണെന്ന് കോടതി വ്യക്തമാക്കി. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ്
ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നവരെ തുടരുമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി പലവട്ടം കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടും കോടതി വഴങ്ങിയില്ല. 13 പോയിന്റുകളിലെ ഗതാഗത തടസ്സം ഇപ്പോഴും നീക്കിയിട്ടില്ലെന്നും അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നും ഹൈക്കോടതി വിലയിരുത്തി. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രം കോടതിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഈ കാര്യം പുനഃസ്ഥാപിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതി ജനങ്ങളോടൊപ്പമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഉത്തരവ്. ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡിന്റെ വശങ്ങൾ അടച്ചു കെട്ടുന്നതിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നു. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ടതായി വരും. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പ്രധാന വഴി അടച്ചുള്ള നാഷണൽ ഹൈവേ അധികൃതരുടെ അശാസ്ത്രീയ നിർമ്മാണം ബസ് യാത്രക്കാരെയും സാരമായി ബാധിക്കും. ജില്ലയിൽ തന്നെ ദേശീയപാതയോരത്തുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് ചേർത്തലയിലേത്. നിലവിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ദേശീയപാത നിർമ്മാണം പൂർത്തിയായാൽ സർവീസ് റോഡുകൾ മാത്രമാകും യാത്രക്കാർക്ക് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുക. സ്റ്റേഷന് മുന്നിൽ അടിപ്പാത നിർമ്മിക്കാത്തതിനാൽ ദേശീയപാത മുറിച്ചു കടക്കണമെങ്കിൽ ഇരുവശങ്ങളിലേക്കും 1 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. തിരക്കിട്ടെത്തുന്നവർക്ക് സമയബന്ധിതമായി സ്റ്റേഷനിൽ എത്തിച്ചേരുക എന്നതും ഇതോടെ ശ്രമകരമാകും. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സർവീസ് റോഡിലെ തിരക്കും വർദ്ധിക്കും. ഇതുമൂലം ബസ് നിർത്താൻ പോലും സ്ഥലമില്ലാതെ വരുന്നതിനാൽ ബസ് യാത്രികരും ഏറെ ബുദ്ധിമുട്ടേണ്ടതായി വരും. സ്റ്റേഷന്റെ മുൻവശം ഉൾപ്പെടെയുള്ള 3 സ്ഥലങ്ങളിൽ ദേശീയപാത അതോറിറ്റിയും റെയിൽവേ അധികൃതരും തമ്മിൽ സ്ഥലം സംബന്ധിച്ച് തർക്കമുണ്ട്. അതിനാൽ തന്നെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ബസ് മേ നിർമ്മിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. റെയിൽവേ സ്റ്റേഷന് മുൻവശം മേൽപ്പാലം അനുവദിച്ച് ബസ്, റെയിൽ, റോഡ് ഗതാഗതം ഏകോപിപ്പിക്കുന്ന രീതിയിൽ ദേശീയപാത പുനർരൂപകൽപ്പന ചെയ്യുകയും സ്റ്റേഷന് മുൻവശം ബസ് മേ അനുവദിക്കുകയും ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുൻവശം നാഷണൽ ഹൈവേ അതോറിറ്റി മൊത്തമായി കെട്ടിയടച്ചതിൻ്റെ ഫലമായി ഏകദേശം ഒരു ദിവസം 7000 മുതൽ 10000 യാത്രക്കാർ യാത്ര ചെയ്യുന്നൊരു സ്റ്റേഷനാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങനെ കെട്ടിയടച്ചു കഴിഞ്ഞാൽ നിലവിൽ 1 കിലോമീറ്ററോളം ദൂരം നടന്ന് സഞ്ചരിച്ചാൽ മാത്രമേ ഈ സ്റ്റേഷനിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അലൈൻമെൻറ്റ് സമയത്ത് നമ്മളോടൊന്നും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ തീരുമാനിക്കുകയോ നഗരസഭയായിട്ട് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പണി തുടങ്ങിയപ്പോഴും നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ അർത്തിക്കൽ ബൈപ്പാസ് വരെ ഒരേ ലെവലിലൊരു ഫ്ലൈ ഓവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആരംഭിച്ച സമരം ബഹുജനങ്ങളെ അണിനിരത്തി കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ചേർത്തല നഗരസഭയിലെ കൗൺസിലർമാർ. അമൃത ന്യൂസ്, ആലപ്പുഴ. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ അഭിമുഖമായിട്ട് നിൽക്കുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ദിനംപ്രതി 10-25,000 പേരാണ് യാത്രക്കാരായിട്ട് വന്നു പോകുന്നത്. ഇത് ശരിക്കും പറയാൻ അശാസ്ത്രീയപരമായ ഒരു നിർമ്മാണമാണ് ഈ ഹൈവേ ഇപ്പോൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഒരു ലഗേജുമായിട്ട് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അയാൾക്കൊന്ന് നടന്ന് ക്രോസ് ചെയ്യാൻ ഒറ്റപ്പുന്ന വരെ പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ രീതി നിർമ്മാണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇവിടെ ശരിക്കും ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ളതാണ് ഞങ്ങൾ ഓട്ടോക്കാരുടെയും ഓട്ടോ ടാക്സിക്കാരുടെയും ആവശ്യം. അത് ഇവിടുത്തെ നാഷണൽ ഹൈവേ അതോറിറ്റി അത് മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളിക്കും ഓട്ടോ ടാക്സിക്കും വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു വഴിയില്ല. അതായത് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനായിട്ടൊരു എൻട്രൻസ് ഇല്ല. നിലവിൽ 2 എൻട്രൻസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഹൈവേയുടെ പണി തുടങ്ങിയോടുകൂടി ഒരെണ്ണം ഇപ്പോൾ അടഞ്ഞു. ഇപ്പോൾ ഒരു സൈഡിൽ കൂടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ മതിൽ കൂടി ഇങ്ങനെ കെട്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയാണ്. സർവീസ് റോഡ് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സർവീസ് റോഡിന് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് സ്ഥലം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് യാത്രക്കാർക്ക് ഇത് നിലവിലത്തെ സാഹചര്യം വളരെ ദുർഘടമാണ്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരണം. ഈ 6 വരി പാത ഇവിടെ വരുന്നതോടുകൂടി ഈ 2 പ്രദേശങ്ങൾ 2ആയി മുറിക്കപ്പെടും. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകാവുന്ന ഒരു സംശയം, ഒരു ചോദ്യം, എങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ കടന്നെത്തും എന്നുള്ളതാണ്. ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്ലൈ ഓവർ നിർബന്ധമായിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. അജയ് നാഥ് ചേരുകയാണ്. അജയ്, ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ?
ദേശീയപാത നിർമ്മാണത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി ജനങ്ങൾക്കാകെ തന്നെ വീണ്ടും തീരാദുരിതമായി മാറുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് പ്രാദേശിക ഭരണകൂടങ്ങളുമായി ഒരു കൂടിയാലോചനയും ഇല്ലാതെ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചാണ് ഇത്തരത്തിലേക്ക് ജനങ്ങളെ ആകെ തന്നെ വലയ്ക്കുന്ന രീതിയിലേക്ക് ഈ അശാസ്ത്രീയ നിർമ്മാണ രീതി മാറുന്ന സാഹചര്യമുള്ളത്. ഒന്നുകിൽ മേൽപ്പാലമോ അല്ലെങ്കിൽ അടിപ്പാതയോ നിർമ്മിച്ച് ഈ നിർമ്മാണം കൃത്യമായി ഒരു ഏകോപിപ്പിക്കുന്ന രീതിയിൽ നിർമ്മാണ രീതി മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ബസ് യാത്രയുടെ സംബന്ധിച്ചാണ്. ബസ് യാത്രയെ സംബന്ധിച്ച് ബസ് പേ നിർമ്മാണം ഇപ്പോൾ നിലവിൽ നടക്കാൻ സാധ്യതയില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ചില തർക്കങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ബസ് പേ നിർമ്മാണം പ്രാവർത്തികമാകില്ല. അതോടൊപ്പം തന്നെ ബസ് യാത്രികർക്കും ബസ് നിർത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അപ്രോച്ച് റോഡിൽ തിരക്ക് കയറുന്ന സാഹചര്യം ഉണ്ടാവും. ബസ് നിർത്തുന്ന ഘട്ടത്തിൽ ഈ തിരക്കും എല്ലാം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബസ് യാത്രികർക്കും ഇത് വലിയൊരു തീരാ ദുരിതമായി മാറും എന്നുള്ളതാണ്. എന്തായാലും ഈ നിർമ്മാണം ഇത് പുനർനിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു മേൽപ്പാലമോ അല്ലെങ്കിൽ അടിപ്പാതയോ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ ദേശീയപാതയുടെ നിർമ്മാണം പുനർനിർമ്മിക്കണമെന്നാണ് ഈ കൗൺസിൽ, അത് നഗരസഭാ കൗൺസിലർമാർ ആകെ ആവശ്യം. 35ഓളം നഗരസഭാ കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമരം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ബഹുജന സമരമായി ഈ സമരം മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളാകെ തന്നെ, ഈ അവിടുത്തെ കൗൺസിലർമാരാകെ തന്നെ. ഏതാണ്ട് 35ഓളം കൗൺസിലർമാർ അവർ ഐകകണ്ഠേന നിന്നുകൊണ്ട് ഈ സമരത്തെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്.